Voice of Marketing, in touch with positive people. Dear my channel viewers, welcome to the Voice of Marketing. Wish you all the best and the success in your life. I have immense pleasure to invite all of you a new episode to face your challenge. ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഹോൾസെയിലർ ആയാലും ഡീലർ ആയാലും അവർ പുറത്തു പോയൊക്കെ കമ്പനിയിൽ നിന്നല്ലാതെ പുറത്തു പോയൊക്കെ അവർ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നവരായിരിക്കും. ഇൻട്രസ്റ്റേറ്റുകൾ പുറത്തുള്ള നമ്മുടെ കേരള അല്ലാതെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അത്തരത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് എന്തും ആവട്ടെ, ആ സ്പെസിഫിക് പ്രോഡക്റ്റ് കിട്ടുന്ന അവിടുത്തെ ഹോൾസെയിലർ ആരാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു 3, 4, 5 ഹോൾസെയിലേഴ്സിനെ വിസിറ്റ് ചെയ്യണം. അവരുടെ ഇപ്പോൾ രാവിലെ മോർണിംഗ് ഇവിടുന്ന് പോവുകയാണ്, അവരെ വിസിറ്റ് ചെയ്തിട്ട് വിസിറ്റിംഗ് കാർഡ് അവരുടെ വാങ്ങിക്കണം. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, അത് അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ് വാങ്ങിക്കണം. അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അവർ പറയുന്ന ആഫ്റ്റർ സർവീസ് എന്താണ്, ക്വാളിറ്റി, ആഫ്റ്റർ സർവീസ്, പ്രൈസ്, ഈ 3 കാര്യങ്ങൾ വളരെ സ്റ്റഡി ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ പോകുന്ന ഏത് സ്ഥലത്തായാലും ഒരു 4, 5 പാർട്ടികളെ വിസിറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഏതാണ് ബെറ്റർ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത്, ഏതാണ് ഒരു റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഒക്കെ കിട്ടുന്നത്, ഏതാണ് ആഫ്റ്റർ സർവീസ് ഉള്ളത്, ക്വാളിറ്റി എന്താണ്, അവരുടെ ഡീലിംഗ് എങ്ങനെയാണ്, ഇത് അനലൈസ് ചെയ്ത് അവർ എത്ര പ്രൈസിന് നമുക്ക് പ്രോഡക്റ്റ് തരും. ആദ്യം ക്വാണ്ടിറ്റി അത് ഡിസ്കസ് ചെയ്യണം. ഇത്ര ക്വാണ്ടിറ്റി, ഒരു 50,000 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ എത്ര പ്രൈസ് അവർ തരും, അവർക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 1, 2, 3, 4, 5 ഈ 5 ഹോൾസെയിലറുടെ അടുത്തും പോയി വിസിറ്റ് ചെയ്ത ശേഷം 50,000 പീസ് എടുക്കുമ്പോൾ എത്ര ഓഫർ തരും, ഈ 5 നമ്മൾ സെലക്ട് ചെയ്യുന്ന 5 ഷോപ്പുകളിലും പോയിട്ട് ആ ഓഫറുകൾ എഴുതിയെടുത്ത് അത് നെഗോഷിയേഷൻ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞു, നല്ലൊരു സെല്ലർ ആകണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ബയർ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് സെയിൽസ് എന്നൊരു പ്രോസസ്സ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 5 ഷോപ്പുകളിൽ പോയി നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഓഫർ വാങ്ങിച്ച ശേഷം എത്രമാത്രം ഡിസ്കൗണ്ട് കിട്ടും, സ്കീമുകൾ എന്തെങ്കിലും അഡീഷണൽ കിട്ടുമോ, ഒരു റെഗുലർ പർച്ചേസ് ഞാൻ ഇവിടെ നിന്ന് നടത്തിക്കൊണ്ടേയിരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കാൻ നോക്കണം. 50,000 പീസ് എടുക്കാമെന്ന് ആദ്യം പറഞ്ഞു, അതിനുശേഷം അവർ ഒരു റേറ്റ് ഫിക്സ് ചെയ്തു, നമ്മൾ രണ്ടാമത് റീവിസിറ്റ് ചെയ്തു. 50,000 അല്ല, 1,00,000 പീസിലേക്ക് നമ്മുടെ സെയിൽസ് കൊണ്ടുവരാമെന്നുള്ള ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമ്മൾ കൊടുക്കുകയാണ്. 1,00,000 പീസ് നമ്മൾ എടുക്കാം. അപ്പോൾ എത്രമാത്രം ഓഫർ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ക്വാളിറ്റി ഉറപ്പ് വരുത്തണം, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണോ നമുക്ക് തരുന്നത് എന്നത്. ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്യാരണ്ടി എങ്ങനെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന 5 ഷോപ്പുകളിൽ നിങ്ങൾ ഒരു ദിവസം ഒരു ജോലിയായിട്ട് അത് ഏറ്റെടുത്തിട്ട് മാക്സിമം ഓഫറുകൾ, ഡിസ്കൗണ്ട് സ്ട്രക്ചറുകൾ എല്ലാം കിട്ടുന്ന ഷോപ്പുകൾ ഏതാണ്, ആ ഹോൾസെയിലർ ആരാണ്, മാക്സിമം ഓഫറുകൾ തരുന്ന ഹോൾസെയിലർ ആരാണ്, അത് കണ്ടെത്തിയ ശേഷം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ നെഗോഷിയേഷൻ ടേബിളിൽ ഇരിക്കുമ്പോൾ പറയണം, നിങ്ങൾ ഫ്രീ ഡെലിവറി ചെയ്തു തരുമോ, എത്രമാത്രം ക്രെഡിറ്റ് പീരീഡ് തരും, 30 ദിവസമാണോ, 45 ദിവസമാണോ, 50 ദിവസമാണോ, അല്ലെങ്കിൽ 60 ദിവസമാണോ, അങ്ങനെയൊക്കെ തരുന്നവരുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫണ്ട് അതനുസരിച്ച് ഇത് വിറ്റ ശേഷം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെ ഒരു ഔട്ട്സൈഡ് പർച്ചേസിന് പോകുമ്പോൾ ഓടി വന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാതെ അതിനെക്കുറിച്ച് ആ ഏരിയ പോയി സ്റ്റഡി ചെയ്ത് മാർക്കറ്റ് സർവേ നടത്തി വളരെ കൃത്യമായിട്ട് ഒരു 5 ഷോപ്പുകളെങ്കിലും മിനിമം സെലക്ട് ചെയ്ത ശേഷം അവിടെ കയറി പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് അത്തരത്തിൽ നീങ്ങിയാൽ മാത്രമാണ് നിങ്ങൾ നല്ലൊരു പർച്ചേസർ എന്ന് പറയണമെങ്കിൽ പർച്ചേസിങ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പർച്ചേസർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വലിയ വോളിയമുള്ള ഐറ്റംസ്, ഇപ്പോൾ ജനറേറ്റർ അങ്ങനെയുള്ള ഐറ്റം ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റമൊക്കെ പർച്ചേസ് ചെയ്യേണ്ട വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു 3, 4 കൊട്ടേഷൻസ് വാങ്ങിച്ചിരിക്കണം. വിവിധങ്ങളായ കമ്പനിയിൽ നിന്നും അവരുടെ സ്പെസിഫിക്കേഷൻ, അവരുടെ ക്വാളിറ്റി, ആഫ്റ്റർ സർവീസ്, പ്രൈസിങ്
ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സ്റ്റഡി ചെയ്തുള്ള ഒരു 3-4 കൊട്ടേഷൻ വാങ്ങിച്ച ശേഷം അതിൻ്റെ നെഗോസിയേഷന് ഓരോ പാർട്ടികളെയും വിളിച്ചിരുത്തി നെഗോഷിയേറ്റ് ചെയ്യണം. എക്സ് എന്നുള്ള പാർട്ടിയെ മൺഡേയാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ മൺഡേ തന്നെ മറ്റേ ആളെ വിളിക്കരുത്, അടുത്ത ദിവസം വിളിക്കണം. അങ്ങനെ ഓരോ ദിവസം ഓരോ പാർട്ടിയെ വിളിച്ച് മാക്സിമം നെഗോഷിയേഷൻ വരുത്തിയ ശേഷം വേണം ഒരു പർച്ചേസിൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പോകാൻ. നമ്മളൊരു വിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, വിൽക്കുന്നയാൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നെഗോഷിയേഷൻ ചെയ്യേണ്ടത് വാങ്ങിക്കുമ്പോഴാണ്. വാങ്ങിക്കുമ്പോൾ എന്തുമാത്രം ഓഫറുകൾ കിട്ടും. ഇപ്പോൾ ഒരു ജെൻസെറ്റ് എക്സാമ്പിൾ ജെൻസെറ്റ് വാങ്ങിക്കുന്ന കാര്യം തന്നെ, ജെൻസെറ്റിന് ഒരു 4-5 കൊട്ടേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. ഓരോരുത്തരോടും ഓൺ ദ ടേബിളിൽ സ്പെസിഫിക് ആയിട്ടിരുന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് എഴുതി വെക്കണം. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി നമുക്ക് ആര് തരും, ഏറ്റവും ബെറ്റർ സർവീസ് ആര് തരും. സർവീസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഒരു പ്രോബ്ലം വന്നു പോയാൽ, ഒരു ഇഷ്യൂ വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം പോയി. നമ്മൾ പ്രൈസിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നാലും നമ്മൾ ക്വാളിറ്റിയെക്കുറിച്ച് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും യാതൊരു കാര്യമില്ല കേട്ടോ. ഏത് കമ്പനി ആയാലും സർവീസ് ബെറ്റർ ആയിരിക്കണം, സർവീസ് ബെറ്റർ ആയിരിക്കണം. സർവീസ് ബെറ്റർ ആവാതെ, ആഫ്റ്റർ സർവീസ് ബെറ്റർ ആവാത്ത ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യരുത്, ഒരു കാരണവശാലും പർച്ചേസ് ചെയ്യരുത്. നമ്മൾ പെട്ടുപോകും. ചില ഐറ്റംസൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് പലതും ഉണ്ട് ഇല്ലേ. അത് നല്ലൊരു പ്രൈസിങ്ങിന് എനിക്ക് കിട്ടിയെന്ന് ആഹ്ലാദിച്ചുകൊണ്ട് കാര്യമില്ല. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് നമ്മൾ സ്വയം പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് സംതൃപ്തി അടഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ആഫ്റ്റർ സർവീസ് ബെറ്റർ ആയിരിക്കണം. ഒരു കമ്പനിയുടെ ആഫ്റ്റർ സർവീസ് ബെറ്റർ ആവാതെ ആ കമ്പനിക്ക് ഉയരാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ സമാധാനവും പോകും ആഫ്റ്റർ സർവീസ് ഇല്ലെങ്കിൽ. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്, എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മളുടെ ഇലക്ട്രോണിക്സോ അപ്പോൾ പറഞ്ഞ ജെൻസെറ്റോ വലിയ വോളിയമുള്ള ഒരു ഐറ്റോ എന്തോ ആയിക്കോട്ടെ, അതിന് ആഫ്റ്റർ സർവീസ് പെട്ടെന്ന് ഇലക്ട്രോണിക്സ് ഐറ്റമൊക്കെ ആണെങ്കിൽ, ഏത് ഐറ്റം ആണെങ്കിലും, എന്ത് തരത്തിലുള്ള ഐറ്റം ആണെങ്കിലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നല്ല ബെസ്റ്റ് പ്രൈസിന് മേടിച്ചതാണ്, അവർ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു ആക്ട് നടക്കണം. ആഫ്റ്റർ സർവീസ് വേണം. പ്രോബ്ലം വന്ന് സൊല്യൂഷൻ കണ്ടെത്തി സഡനായിട്ട് വരണം. സഡനായിട്ട് വന്ന് നമുക്ക് ആ സൊല്യൂഷൻ കണ്ടെത്തി തരുന്ന കമ്പനികളായിട്ട് ഡീൽ ചെയ്യണം. അവിടെയാണ് ഡീലിങ്ങിൻ്റെ വലിയൊരു മഹത്വം ഇരിക്കുന്നത്. അവിടെയാണ് ആഫ്റ്റർ സർവീസിൻ്റെ വലിയൊരു മഹത്വം ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി പോളിസി, പ്രൈസിങ് പോളിസി, ആഫ്റ്റർ സർവീസ്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ആഫ്റ്റർ സർവീസിന് തന്നെയാണെന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.